ഇപ്പം എനിക്ക് വരുന്ന മെസ്സേജും കമൻസും കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നീ ഒന്നും ജീവിതത്തിൽ ഒരിക്കലും തടി വെക്കില്ല, അല്ലെങ്കിൽ നീ എല്ലാം പീ നീക്കാക്കനെ പോലെ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് ബോഡി ഷേമിങ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മെയിൻ ഐറ്റം ബ്യൂട്ടി ബോണ്ട്. വകതിരിവില്ലായിരിക്കും ഇത് ബ്യൂട്ടി ബോണ്ട് ആണെങ്കിലും വകതിരിവില്ലാത്തവർ പറയും ഇവിടെ 5 കിലോ അരി ഇടാലോ അല്ലെങ്കിൽ മീനിനെ വളർത്താലോ എന്ന്. പിന്നെ ഇപ്പം മുടി അയച്ചിട്ടാലും എനിക്ക് ഓക്കെയാണ്, മുടി കെട്ടിയിട്ടാലും എനിക്ക് ഓക്കെയാണ്. പിന്നെ കുട്ടി വയറുണ്ട്, അതെനിക്ക് പണ്ടേ ഇല്ലാന്ന്. 1 കിലോ വെയിറ്റ് കൂടിയാൽ 10 കിലോ വയറ് കൂടും. അത് നമുക്ക് ഡാൻസ് ചെയ്ത് നേരെയാക്കാന്നേ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാത്തൊരു കാര്യമാണ് എൻ്റെ കുപ്പായത്തിൻ്റെ സ്റ്റിച്ച് അയക്കുക എന്നുള്ളത്. നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ അയച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ ഒരിക്കലും ഞാനോ ബാക്കിയുള്ളവർ ആരും പറഞ്ഞാലും നിങ്ങൾക്ക് തടി വെക്കണം തോന്നിയാൽ മാത്രം നിങ്ങൾ തടി വെക്കുക, അല്ലെങ്കിൽ തടി കുറക്കണം തോന്നിയാൽ മാത്രം നിങ്ങൾ തടി കുറക്കുക. ബാക്കിയുള്ളവർ പറയുന്നതായിട്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കേണ്ട. എനിക്ക് തടി വെക്കണം എന്ന് അത്രയും ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ തടി വെച്ചത്. കാരണം എനിക്ക് ക്ഷീണിച്ച് കഴിഞ്ഞാൽ എൻ്റെ കവിളാണ് ആദ്യം ഇട്ട. അപ്പോൾ എനിക്ക് പല്ല് ഉന്തിയ പോലെ തോന്നി. ഞാൻ ഒരുപാട് വർഷമായിട്ട് പല്ലിൻ്റെ ഡോക്ടറൊക്കെ കാണിച്ചു. അങ്ങനെ ലാസ്റ്റ് മെഡിക്കൽ കോളേജിൽ പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് എൻ്റെ പല്ല് ഉന്തിയിട്ടില്ല, താടിയെല്ലിനാണ് പ്രശ്നം. അത് സർജറി ഇല്ലാണ്ട് തന്നെ നമുക്ക് ഏകദേശം തടി വെച്ചാൽ തന്നെ എൻ്റെ മുഖത്തിന് 80% മാറ്റം വരുമെന്നാണ്. അങ്ങനെയാണ് ഞാൻ തടി വെക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ എത്ര കിലോ കൂടിയെന്ന് അറിയണ്ടേ? 1 അല്ല 2 അല്ല 3 അല്ല 4 5 അല്ല 6 കിലോ ആണ് ഞാൻ 2 മാസം കൊണ്ട് കൂടിയത്. അപ്പോൾ നിങ്ങൾക്ക് തടി വെക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ, ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരാം.